രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായി ആശാപ്രവർത്തകർ സംഘടിപ്പിച്ചു വന്ന ആശാപ്രവർത്തകരുടെ കഥ പറയുന്ന നാടകം ആശാഭരിതം തിരുവനന്തപുരം ജില്ലയിലും വിവിധയിടങ്ങളിൽ അവതരിപ്പിച്ചു. വൈറ്റ് റോസ് കലാസംഘമാണ് നാടകം അവതരിപ്പിച്ചത്. ആശാപ്രവർത്തകരോടുള്ള സർക്കാർ അവഗണനയും അവകാശ പോരാട്ടത്തിന്റെ നാൾവഴികളും ഉൾപ്പെടെയാണ് ഈ നാടകത്തിൽ വിവരിക്കുന്നത്. പാളയം കണ്ണിമേറ മാർക്കറ്റിന് മുന്നിലൊരു തെരുവു നാടകം അരങ്ങേറി. കഥാപാത്രങ്ങൾ സുപരിചിതർ. 100 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമിരിക്കുന്ന ആശയറ്റ ജീവിതങ്ങളുടെ നേർക്കാഴ്ച. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് സാമൂഹിക പ്രവർത്തകനായ EV പ്രകാശിന്റെ സംവിധാനത്തിൽ പിറന്ന നാടകത്തിന് ഇതിവൃത്തം ആശാപ്രവർത്തകരുടെ ആശങ്കകളും അവകാശ പോരാട്ടവും. മഴയും വെയിലുമൊക്കെ ഏറ്റുകൊണ്ട് നടത്തുന്ന സമരം വിജയിക്കണമെന്ന് മനുഷ്യനെന്ന നിലയിൽ ആഗ്രഹിക്കാറുണ്ട്. അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു നാടകം എഴുതി അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ മുൻകൈയെടുത്തത്. അഭിനേത്രികളിൽ ഒരാൾ ഇതേ ദുരിത ജീവിതം നേരിൽ കാണുന്ന ആശാപ്രവർത്തകയുടെ മകൾ. അമ്മയുടെ കൂടെ ഇവിടെ സമരപന്തലിൽ ഇരുന്നാണ് ഞാൻ എക്സാമിനൊക്കെ പോയതും. അമ്മ രാവിലെ തൊട്ട് രാത്രി വരെ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടു നിൽക്കുന്ന ആളാണ് ഞാൻ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ നാടകം കളിച്ചതിൽ അതിലേറെ സന്തോഷവുമുണ്ട്. പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യമുണ്ട്. ആന്ധ്രയിൽ 1.5 ലക്ഷവും. ഇവിടെ കേരളത്തിൽ 1 രൂപയുണ്ടോ? രാപ്പകൽ സമരം തുടങ്ങി 127 ദിവസം. അതിനിടയിൽ നിരാഹാര സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധവും നിയമസഭാ മാർച്ചും വനിതാ ദിനത്തിലെ പ്രതിഷേധവും ഉൾപ്പെടെയുള്ള സമര പരമ്പര തലസ്ഥാനത്ത് ഒതുക്കിയില്ല. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര 41 ദിവസം പിന്നിട്ട് തിരികെ എത്തുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതീക്ഷയേറ്റ രാപ്പകൽ സമരവേദിയാണ് അവരെ സ്വീകരിക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.